അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവി ജവനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 18 ചൊവ്വാഴ്ച. നേരിയ അസ്വാരസ്യം പോലും കേന്ദ്രം ഭരിക്കുന്ന NDA സർക്കാരിനെ തകർക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. മോദി ക്യാമ്പിൽ വലിയ അതൃപ്തി നിലനിൽക്കുന്നുവെന്നും NDAയിലെ ഒരു സഖ്യകക്ഷി തങ്ങളുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സുപ്രധാനമായ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്നും മോദി എന്ന ആശയവും മോദിയുടെ പ്രതിച്ഛായയും നശിച്ചു കഴിഞ്ഞുവെന്നും രാഹുൽ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം അയോധ്യയെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടി അയോധ്യയിൽ നിന്ന് തൂത്തെറിയപ്പെട്ടുവെന്നും കൈകൾ പിന്നിൽ കെട്ടിയിടപ്പെട്ട അവസ്ഥയിലാണ് തങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും എന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് അറിയാമായിരുന്നുവെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി NTA നോട്ടീസ് അയച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നേരിയ വീഴ്ച ഉണ്ടായെങ്കിൽ പോലും നടപടി വേണമെന്ന് സുപ്രീംകോടതി പറഞ്ഞു. പരീക്ഷാ നടത്തിപ്പിൽ പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ NTA അത് തിരുത്താൻ തയ്യാറാകണമെന്നും NTA 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ജൂലൈ 8 ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു. ഡാർജിലിംഗ് ട്രെയിൻ അപകടത്തിൽ യഥാർത്ഥ അപകട കാരണം കണ്ടെത്താൻ പ്രയാസമാണെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. അതേസമയം അന്വേഷണം പൂർത്തിയാകാതെ ലോക്കോ പൈലറ്റിനെ കുറ്റക്കാരനാക്കാൻ അനുവദിക്കില്ലെന്ന് ലോക്കോ പൈലറ്റുമാരുടെ സംഘടന വ്യക്തമാക്കി. റെഡ് സിഗ്നലുകൾ മറികടന്നു പോകാൻ ഗുഡ്സ് ട്രെയിനിന് അനുമതി നൽകിയിരുന്നു എന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ 10 കിലോമീറ്റർ വേഗത്തിൽ റെഡ് സിഗ്നലിന് മുൻപ് 1 മിനിറ്റ് നിർത്തി മെല്ലെ മുന്നോട്ടു പോകാൻ മാത്രമാണ് അനുമതി നൽകിയിരുന്നതെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. CMRL എക്സാലോജിക് ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും ഹൈക്കോടതിയുടെ നോട്ടീസ്. മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി വിജിലൻസ് കോടതി തള്ളിയിരുന്നു. ഈ വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത്. സീറോ മലബാർ സഭയിലെ ഒരംഗം കേന്ദ്രമന്ത്രിസഭയിൽ ഉള്ളത് BJPക്ക് കേരളത്തിലെ സ്വാധീനം വർദ്ധിപ്പിക്കുമെന്നും ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ വിജയം പ്രതിഫലിക്കുമെന്നും ഫരീദാബാദ് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ക്രൈസ്തവ വോട്ടുകളും കാരണമായെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജൂലൈ 2ാം വാരം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒന്നിച്ച് വയനാട് സന്ദർശിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ. രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ശേഷമുള്ള ഇരുവരുടെയും ആദ്യ സന്ദർശനമായിരിക്കുമിത്. പ്രചാരണത്തിന് മുമ്പുള്ള സൌഹൃദ സന്ദർശനമായാണ് വയനാട്ടിലെത്തുക. അതേസമയം വയനാട് മണ്ഡലം ഒഴിവാക്കി റായ്ബറേലി മണ്ഡലം നിലനിർത്തുന്നതായി അറിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കറുടെ ഓഫീസിന് കത്ത് നൽകി. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPI ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയെ പിന്തുണയ്ക്കേണ്ടതുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വയനാട്ടിലെ ജനങ്ങളുടെയും UDF പ്രവർത്തകരുടെയും വികാരം പൂർണ്ണമായി ഉൾക്കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തതെന്നും ചെന്നിത്തല പറഞ്ഞു. പ്രിയങ്ക പാർലമെന്റിൽ എത്തണമെന്നും ഉചിതമായ സമയത്ത് താനും പാർലമെന്റിൽ എത്തുമെന്നും ഭർത്താവ് റോബർട്ട് വദ്ര. പാർട്ടിക്കായി പ്രിയങ്ക പ്രചാരണം നടത്തുന്ന ഘട്ടത്തിലെ പാർലമെന്റിൽ എത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു. വയനാട്ടിലെ ജനങ്ങൾ പ്രിയങ്കയ്ക്ക് മികച്ച ഭൂരിപക്ഷം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും റോബർട്ട് വദ്ര വ്യക്തമാക്കി. പ്രിയങ്കയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ BJP. ധൈര്യമുണ്ടെങ്കിൽ റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കണമായിരുന്നുവെന്ന് BJP നേതാവ് അമിത് മാളവ്യ പറഞ്ഞു. ഭീരുവിനെ പോലെ വയനാട്ടിലേക്ക് ഓടിപ്പോയെന്നും UPയിൽ BJPയെ നേരിടുകയായിരുന്നു പ്രിയങ്ക ചെയ്യേണ്ടിയിരുന്നതെന്നും അമിത് മാളവ്യ വിമർശിച്ചു. അമേഠിയും റായ്ബറേലിയും കുടുംബസ്വത്തായി കൊണ്ടുനടക്കുകയായിരുന്ന ഗാന്ധി കുടുംബം ഇപ്പോൾ വയനാടും കുടുംബസ്വത്താക്കാനാണ് ശ്രമമെന്ന് V. മുരളീധരൻ. വയനാടും പ്രിയങ്കയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്നും കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇല്ലേയെന്നും രാഹുൽ വയനാടിനായി എന്ത് ചെയ്തെന്ന് അറിയില്ലെന്നും കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കൾക്ക് തന്റേടമുണ്ടെങ്കിൽ അഭിപ്രായം തുറന്നു പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് എന്റെ കുടുംബമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോൾ തെളിഞ്ഞുവെന്ന് കെ സുരേന്ദ്രൻ.
വയനാട് എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ സഹോദരി മത്സരിക്കും എന്നാണെന്നും റോബർട്ട് വദ്രയെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കൂടി മത്സരിപ്പിക്കണമെന്നും അപ്പോൾ കോൺഗ്രസുകാർക്ക് തൃപ്തിയാകുമെന്നും ഇത്രമാത്രം കുടുംബാധിപത്യമുള്ള പാർട്ടി വേറെയില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് ഒടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും എന്നാൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുമെന്നും കെ മുരളീധരൻ. നെഹ്റു കുടുംബം മത്സരിക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകനെ മാറി നിൽക്കാനാകില്ല. അതിനാൽ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മത്സരരംഗത്തേക്ക് ഉടനെയില്ലെന്ന് നടൻ രമേശ് പിഷാരടി. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ പിഷാരടിയുടെ പേര് ഉയർന്നു കേട്ടതിന് പിന്നാലെയാണ് വിശദീകരണം. തന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ശരിയല്ലെന്നും പ്രവർത്തനത്തിനും പ്രചാരണത്തിനും ശക്തമായി UDFന് ഒപ്പമുണ്ടാവുമെന്നും പിഷാരടി വ്യക്തമാക്കി. കൊച്ചി കാക്കനാടുള്ള DLF ഫ്ളാറ്റിൽ ഛർദിയും വയറിളക്കവുമായി 350 പേർ ചികിത്സ തേടി. കുടിവെള്ളത്തിൽ നിന്നാണ് രോഗം പടർന്നതെന്നാണ് സംശയം. ആരോഗ്യവകുപ്പ് ജലസാമ്പിളുകൾ ശേഖരിച്ചു. 15 ടവറുകളിലായി 1268 ഫ്ളാറ്റിൽ 5000-ന് മുകളിൽ ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഫ്ളാറ്റിലെ കിണറുകൾ, മഴവെള്ളം, ബോർവെൽ, മുനിസിപ്പൽ ലൈൻ തുടങ്ങിയവയാണ് ഫ്ളാറ്റിലെ പ്രധാന ജലസ്രോതസ്സുകൾ. ഇവയിൽ ഏതിൽ നിന്നാണ് രോഗം പടർന്നതെന്നാണ് കണ്ടെത്തേണ്ടത്. ആരോഗ്യവകുപ്പ് സ്ഥലത്തെത്തി ജലത്തിന്റെ വിവിധ സാമ്പിളുകൾ ശേഖരിച്ചു. കാക്കനാട് DLF ഫ്ളാറ്റിലെ രോഗബാധ ഗൌരവമുള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പ് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യും. 800-ലധികം പേർക്ക് പല ദിവസങ്ങളിലായി രോഗബാധയുണ്ടായി. ആരോഗ്യവകുപ്പ് വിവരമറിയാൻ വൈകിയത് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയതിനാലാണ്. ഫ്ളാറ്റ് ഓണേഴ്സ് അസോസിയേഷൻ റിപ്പോർട്ട് ചെയ്യാൻ വൈകിയതിനെതിരെയും നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മലബാറിൽ +1-ന് അധിക ബാച്ച് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് KSU നടത്തിയ പ്രതിഷേധ സമരത്തിൽ സംഘർഷം. ഫുൾ A+ കിട്ടിയിട്ടും 2 അലോട്ട്മെന്റുകളിലും +1 സീറ്റ് കിട്ടാത്ത കുട്ടികളുമായി കോഴിക്കോട് RDD ഓഫീസ് ഉപരോധിച്ചു. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി ഫുൾ A+ വാങ്ങി സീറ്റ് തരൂ സർക്കാരെ എന്നെഴുതിയ പ്ലക്കാർഡുകൾ കൈയിലേന്തിയാണ് പ്രവർത്തകർ ഓഫീസ് ഉപരോധിച്ചത്. തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് സംഘർഷത്തിനിടയാക്കി. തൃശൂരിൽ TN പ്രതാപനെതിരെ വീണ്ടും പോസ്റ്റർ. പ്രതാപനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി DCC ഓഫീസ് മതിലിലും പ്രസ് ക്ലബ് പരിസരത്തും സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലാണ് പോസ്റ്റർ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ KC ജോസഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ സിറ്റിംഗ് നടത്താനിരിക്കെയാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം DCC അധ്യക്ഷനായി ചുമതലയേറ്റ VK ശ്രീകണ്ഠൻ പോസ്റ്റർ പതിപ്പിക്കലും മറ്റും വിലക്കിയിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ വീഡിയോകൾ നീക്കം ചെയ്ത് യൂട്യൂബ്. മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ അടങ്ങിയ വീഡിയോകളാണ് നീക്കം ചെയ്തത്. നിയമലംഘനങ്ങൾ അടങ്ങിയ വീഡിയോകൾ നീക്കം ചെയ്യണമെന്ന് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO യൂട്യൂബിന് കത്ത് നൽകിയിരുന്നു. നിയമലംഘനങ്ങൾ അടങ്ങിയ 8 വീഡിയോകളാണ് നീക്കം ചെയ്തത്. ആലപ്പുഴ ട്രാൻസ്മിഷൻ സർക്കിളിലുള്ള ആലപ്പുഴ പൂപ്പള്ളി 66 kV ലൈൻ 110 kV ആക്കുന്നതിന് വിളിച്ച ടെൻഡറിൽ നടന്നത് ആസൂത്രിത ക്രമക്കേടെന്ന് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഏറ്റവും കുറഞ്ഞ തുക ക്വാട്ട് ചെയ്ത കമ്പനിക്ക് പകരം അതിനേക്കാൾ കൂടുതൽ തുക പറഞ്ഞ കമ്പനിക്ക് കരാർ നൽകിയതിലൂടെ KICBക്ക് 34,13,268 രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്നാണ് കണ്ടെത്തൽ. കമ്പനിക്ക് നഷ്ടമായ പണം ഉദ്യോഗസ്ഥരിൽ നിന്നും തിരിച്ചു പിടിക്കാനാണ് ശുപാർശ. വയനാട് വാകേരി, മൂടക്കൊല്ലി പ്രദേശങ്ങളിൽ 10 ദിവസത്തോളം നാട്ടുകാരെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ബുദ്ധിമുട്ടിപ്പിക്കുകയും കൂടല്ലൂർ സ്വദേശി പ്രജീഷിനെ കൊലപ്പെടുത്തുകയും ചെയ്ത
വയനാട് വൈൽഡ് ലൈഫ് 45 എന്ന പേരിൽ വനം വകുപ്പിൽ അറിയപ്പെട്ട കൂടല്ലൂരിലെ ആനക്കൊല്ലി കടുവയെ പിടികൂടിയ ദൌത്യസംഘത്തിന് വനം വകുപ്പ് മേധാവി പ്രശംസാപത്രം നൽകി ആദരിച്ചു. കൊല്ലം പുനലൂർ മണിയാറിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ മിന്നലേറ്റ് മരിച്ചു. ഇടക്കുന്നം സ്വദേശികളായ സരോജം, രജനി എന്നിവരാണ് മരിച്ചത്. മറ്റൊരു സംഭവത്തിൽ എറണാകുളം പനങ്ങാടിന് സമീപം ചേപ്പനത്ത് ഇടിമിന്നലേറ്റ് മത്സ്യത്തൊഴിലാളിക്ക് പരിക്കേറ്റു. ഇടിമിന്നലിൽ വള്ളം തകർന്നിരുന്നു. പരിക്കേറ്റ തോപ്പുംപടി സ്വദേശി സിബി ജോർജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കിയ പാഠപുസ്തകങ്ങളിലെ മുഖ്യ ഉപദേഷ്ടാവ് സ്ഥാനത്ത് നിന്നും തന്റെ പേര് ഒഴിവാക്കണമെന്ന് വിദ്യാഭ്യാസ വിദഗ്ധൻ യോഗേന്ദ്ര യാദവ് NCERT-യോട് ആവശ്യപ്പെട്ടു. 9, 10, 11, 12 ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് പുസ്തകങ്ങളിലെ മുഖ്യ ഉപദേഷ്ടാവ് സ്ഥാനത്ത് നിന്നും പേര് മാറ്റണമെന്നാണ് ആവശ്യം. യോഗേന്ദ്ര യാദവും സുഹാസ് പൽഷിക്കറും സംയുക്തമായാണ് പേര് മാറ്റാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പേരെടുത്ത് കളഞ്ഞില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് മുന്നറിയിപ്പ്. തമിഴ്നാട്ടിൽ ഉൽപാദനം കുറഞ്ഞതോടെ കേരളത്തിലേക്കുള്ള പച്ചക്കറി വരവ് കുത്തനെ ഇടിഞ്ഞു. തമിഴ്നാട് അതിർത്തിയിലുള്ള പാലക്കാട് വേലന്താവളം മാർക്കറ്റിൽ പച്ചക്കറി എത്തുന്നത് 60% കുറഞ്ഞത്. ഇതോടെ പച്ചക്കറി വില വീണ്ടും ഉയരാനാണ് സാധ്യത. 2 വ്യത്യസ്ത സംഭവങ്ങളിലായി കുടിയേറ്റക്കാരുമായി എത്തിയ കപ്പൽ തകർന്ന് 11 പേർ കൊല്ലപ്പെട്ടു. ഇറ്റലിയിലെ ലാംപെഡൂസ ദ്വീപിന് സമീപമാണ് അപകടമുണ്ടായത്. 2 ചെറിയ കപ്പലുകളിലായി 60ഓളം പേരെയാണ് കാണാതായിരിക്കുന്നത്. മരം കൊണ്ടുള്ള ബോട്ടിനുള്ളിൽ നിന്നാണ് 10 പേരുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതിന് പിന്നാലെയുണ്ടായ മറ്റൊരു അപകടത്തിൽ 60ഓളം പേരെ കാണാതായതായാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സ്വീകരിക്കാൻ ഒരുങ്ങി വിയറ്റ്നാമും ഉത്തര കൊറിയയും. 24 വർഷത്തിനിടയിൽ ആദ്യമായാണ് പുടിൻ ഉത്തര കൊറിയ സന്ദർശിക്കുന്നത്. പ്യോങ്യാങ്ങിൽ വെച്ചാകും പുടിൻ കിങ് കൂടിക്കാഴ്ച നടക്കുകയെന്നാണ് സൂചന. റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിൽ ആശങ്കയുണ്ടെന്നാണ് അമേരിക്കയുടെ പ്രതികരണം. എന്നാൽ സന്ദർശനം സൌഹൃദപരമായ സന്ദർശനം മാത്രമെന്നാണ് ക്രെംലിൻ പ്രതികരിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.